ഇതിനുള്ളൊരു പരിഹാരം എന്താണ്? വളരെ തുടക്കത്തിൽ മൈൽഡ് ഗ്രേഡൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ഇത് നമുക്കൊരു പരിഹാരം കാണാം. പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ച് ചിലപ്പം ഈ നമ്മുടെ ലിഗമെന്റ്സിന്റെ കാൽസിഫിക്കേഷൻ കാരണം ഞരമ്പിന് കംപ്രഷൻ കൂടി വരാം. അപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള എക്സസൈസിലൂടെ ഒന്നും നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടുവെന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മരുന്നുകളിലൂടെ പരിഹാരം കാണാൻ സാധിക്കും. ചില ആൾക്കാർക്ക് വീണ്ടും മരുന്ന് കൊടുത്താൽ പോലും പരിഹാരം കണ്ടില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സർജറി, അതായത് ഇവിടെ ഒരു ചെറിയ ആ ഞരമ്പിനെ ഒന്ന് വെടിയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും. അപ്പം കാർപ്പൽ ടണൽ സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലൂടെയാണ്. ആ ഞരമ്പ് ടെസ്റ്റ് ചെയ്തിട്ട് ഞരമ്പിന്റെ ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ടെന്നും അതിന്റെ ഗ്രേഡ് ചെയ്യാൻ പറ്റും. കാർപ്പൽ ടണൽ സിൻഡ്രോം 4 രീതിയിൽ ഗ്രേഡ് ചെയ്യാം. ഗ്രേഡ് 1 എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഗ്രേഡും, ഗ്രേഡ് 4 എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ ഗ്രേഡും. അങ്ങനെ ഗ്രേഡ് ചെയ്യാം. അതിന്റെ ഗ്രേഡ് നോക്കിയിട്ടാണ് നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത്. ഗ്രേഡ് 4 ഒക്കെ ആണെങ്കിൽ എന്തായാലും സർജറി ചെയ്യാതെ, ചെറിയൊരു സർജറി ചെയ്യാതെ നമുക്കത് റിലീഫ് കിട്ടത്തില്ല. കാരണം സിവിയർ കംപ്രഷനാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പം മരുന്നും ഫിസിയോതെറാപ്പി കൊണ്ടൊന്നും നമുക്ക് പരിഹാരം കാണാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ മൈൽഡ് ഗ്രേഡൊക്കെ മരുന്നും ഫിസിയോതെറാപ്പി കൊണ്ടും നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. അപ്പം കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈമരയപ്പിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത പൂർണ്ണമായിട്ടും 100% അതിന് ചികിത്സ ഫലപ്രദമാണ്. പലപ്പോഴും ആൾക്കാർ വെച്ചുകൊണ്ടിരുന്ന് ഞരമ്പിന് കംപ്ലീറ്റ് ഡാമേജ് വന്നതിന് ശേഷമാണ് ചികിത്സയ്ക്ക് വരുന്നത്. അപ്പോഴേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറും. അപ്പം അതിനെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടത് ആവശ്യമാണ്. താങ്ക് യു.